ഞാൻ ഇതിൻ്റെ മുകളിൽ സ്കെച്ച് കൊണ്ട് വരയ്ക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അതുപോലെ പെന്ന് കൊണ്ടും വരയ്ക്കാൻ വേണ്ടി പോവാണ്. ഹേ ഗൈസ്, ഒരു വെറൈറ്റി ഐറ്റം കാണിച്ചട്ടെ. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ ഷൂവിന്റെ മുകളിലാവുന്ന എല്ലാ ചളികളും, പെന്നിന്റെ കറ, മാർക്കറിന്റെ കറ, കളറുകളും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള ഈ ഐറ്റം വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ ബാ കാണിച്ചു ബാ. വീണ്ടും ലവ് ലെറ്റർ. നമുക്ക് പണ്ട് ഇതേപോലെ ഒരു ലവ് ലെറ്റർ കിട്ടിയായിരുന്നു. അതുപോലെയുള്ള ലവ് ലെറ്റർ ആണ് വീണ്ടും വന്നിരിക്കുന്നത്. For your order and supporting my small business. സെയിം ഡയലോഗും ആണ് വന്നിട്ടുള്ളത്. We value your feedback and we will give your ബെസ്റ്റ് റിവ്യൂ കൊടുക്കാൻ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ നമ്മൾ ഇവന്മാർക്ക് കറക്റ്റായിട്ടുള്ള റിവ്യൂ കൊടുക്കുന്നതായിരിക്കും, സ്നേഹത്തോടെ കൊടുക്കുന്നതായിരിക്കും. വേണ്ട, ഇതാണ് ഐറ്റം. വേണ്ട, ഇത് വീണ്ടും ഷിയാഷിങ് ഷോ ആണ് കേട്ടോ. ചൈനക്കാരനാണ്, വേണ്ട, അതേ ചൈനക്കാരൻ. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ കണ്ട സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മളിത് ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. റേറ്റ് ഒക്കെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്, നോക്കിക്കോ. ഇതിൻ്റെ മുകളിൽ നല്ല വൃത്തിയിൽ എഴുതിയിട്ടുണ്ട് വൈറ്റ് ഷൂ ക്ലീനർ. അതായത് വൈറ്റ് കളറിലെ ഷൂ ഒക്കെയാണ് ഇത് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത്. ബാ കമോൺ. വേണ്ട മച്ചന്മാരെ, നമ്മളിത് നമ്മുടെ ഷൂ എടുത്തിട്ടുണ്ട്. ഇതേ വൈറ്റ് ഷൂ, അതുപോലെ ബ്ലൂ കളർ ഷൂ. വേറെ ബ്ലാക്കും നമ്മളെ കയ്യിലുണ്ട്. ബ്ലാക്ക് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. നമുക്ക് വൈറ്റ് ഷൂ ക്ലീനർ ആയതുകൊണ്ട് വൈറ്റ് തന്നെ ക്ലീൻ ചെയ്ത് നോക്കാം. ഇത് നല്ല രീതിയിൽ കണ്ടോ കച്ചറ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് വെളുപ്പിക്കാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. ആദ്യം തന്നെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഇതിനകത്ത് എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടില്ല. അതേ തുറന്നു കഴിഞ്ഞാൽ ഒരു സ്ക്രബ്ബറാണല്ലോ. ഇതെന്ത് ഫോം? ഇത് വീണ്ടും അടപ്പ്. ഒരു തരത്തിലുള്ള സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഒരു സ്മെല്ലും ഇല്ല. നോക്കിയത് തോണ്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ട പേസ്റ്റാണ് വരുന്നത്. നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. മെഴുക് പോലുള്ള ഐറ്റം ഗൈസ്. പക്ക മെഴുക് ഉരുക്കി ഒഴിച്ച് വെച്ചേക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ആവുന്നത് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഇതിങ്ങനെ തോണ്ടിയിട്ട് നമ്മുടെ ഷൂവിനകത്ത് അങ്ങനെ അപ്ലൈ ചെയ്ത് കണ്ട് റബ്ബ് ചെയ്ത് കൊടുത്താൽ ചളി പോകുന്നതാണ് അവന്മാർ കാണിക്കുന്നത്. ഈ രണ്ട് ഷൂ ഇത്രയും അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ വേണ്ടേ നമുക്കിത് ക്ലീൻ ചെയ്ത് നോക്കാം. വരൂ, കമോൺ. ഇത് കിട്ടുന്നില്ലല്ലോടേ. ഇതിനകത്ത് വേറെ ഇൻസ്ട്രക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ തന്നിട്ടില്ല കേട്ടാ. ഇതിനകത്ത് വെള്ളം ചേർക്കണോ വേണ്ടയോ എന്നാണ് ഇപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നത്. കാരണം ഇത് തോണ്ടിയിട്ട് കിട്ടുന്നില്ല. സംഭവം സോപ്പ് കലക്കുന്ന പോലെ കലക്കി എടുക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടാ. ഇതാ ഇപ്പോൾ സാധനം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഷൂവിനകത്ത് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ ഈ ഏരിയയിലൊക്കെ നന്നായിട്ട് ചോന്ന് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ തന്നെ നമുക്ക് ആദ്യം ഇട്ട് നോക്കാം. ഈ ഒരു ഫ്രണ്ടിലെ ഏരിയ ഒന്ന് ഇട്ട് നോക്കാം. സംഭവം വർക്കൗട്ട് ആവുന്നുണ്ട്. ഇതിന്റെ സോള് വരുന്ന ഭാഗത്താണ് ഇത് ക്ലീൻ ആവുന്നത് കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ എടുക്കാം. നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഇതുപോലുള്ള നെറ്റ് വരുന്ന ക്ലോത്ത് വരുന്ന ഭാഗത്തുള്ള കറ പോകുന്നുണ്ടോയെന്നാണ്, ചളിയൊക്കെ പോകുന്നുണ്ടോയെന്നാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ മാത്രം ഇങ്ങനെ പേസ്റ്റ് ചെയ്തിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് നോക്കാം. ചെയ്യാൻ കഴിയില്ല കേട്ടാ. നോക്കിയേ, ഇതിൻ്റെ ഈ ഒരു തുണി വരുന്ന ഭാഗത്തുള്ള കറകളൊന്നും ചളികളൊന്നും പോകുന്നില്ല. പക്ഷേ ഈ സോള് വരുന്ന ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് പോകുന്നുണ്ട്. വേണ്ട, ഈ സോള് വരുന്ന ഭാഗം, റബ്ബർ വരുന്ന ഭാഗമൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നോക്കിയാ ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഏരിയ നോക്കിയാൽ പക്ക ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇത് സോളിനകത്ത് ഇട്ടിട്ട് അതുപോലെ ഈ റബ്ബർ വരുന്ന ഭാഗങ്ങളിലൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട്. നമ്മൾ പണ്ട് ആ വൈപ്പ് ചെയ്തതുപോലെ തന്നെയാണ് സംഭവം. ഈ ക്ലോത്തിനകത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അവർ ആ വീഡിയോക്കകത്ത് ഇതുപോലുള്ള ക്ലോത്ത് ഷൂ ചെയ്യുന്നത് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ കുറ്റം പറയാനും പറ്റില്ല. റബ്ബർ ടൈപ്പ് ഷൂ, അതുപോലെ നമ്മുടെ ലെതർ ടൈപ്പ് ഷൂ ഒക്കെയാണ് അതിനകത്ത് അവർ ക്ലീൻ ചെയ്യുന്നത് കാണിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ടുള്ള വേറൊരു സംഭവം കൂടെ ഉണ്ട് ഗൈസ്. ഇതിൻ്റെ മുകളിൽ വല്ല കറയോ അല്ലെങ്കിൽ പെന്ന് കൊണ്ടുള്ള വരയോ അല്ലെങ്കിൽ സ്കെച്ച് കൊണ്ടോ മാർക്കർ കൊണ്ടൊക്കെയുള്ള വരകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് പോവും എന്നവർ കാണിച്ചിട്ടുണ്ട്.
അപ്പോൾ അതാണ് ഇതിനകത്തുള്ള ഹൈലൈറ്റ്. വരച്ച് കഴിഞ്ഞാൽ മായ്ച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഐറ്റം വെച്ചിട്ട് നമ്മുടെ വീട്ടിലെ പിള്ളേർ ഇതിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പോക്കാൻ ഈ സംഭവം ഉപകരിക്കുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. ക്ലീൻ ചെയ്യാൻ മാത്രമാണെങ്കിൽ ഇത് മേടിക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ അതാണ് നമ്മുടെ പോയിന്റ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദ്യം തന്നെ എടുക്കുന്നത് ഇത് നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ ചിത്രം വരച്ച് കളർ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന കളർ പെൻസിലാണ്. പെൻസിലല്ല, സ്കെച്ച് എന്നല്ലേ ഇതിന് പറയുന്നത്. അപ്പോൾ ഈ സാധനം കൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിതേ വരയ്ക്കാൻ വേണ്ടി പോവാം കേട്ടോ. 3 കളറുണ്ട്, 3 കളർ. അതേ നമ്മുടെ ഇവിടെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആദ്യം ചെറിയ വര ഇടുന്നുള്ളൂ, വലിയ വര ഒന്നും ഇടുന്നില്ല, കാരണം ഇത് പോയിട്ടില്ലെങ്കിൽ പണിയാവും. ഇതേ ഈ നീല കളറിൻ്റെ ഒരു വര ഇട്ടിട്ടുണ്ട്. ഇനി പച്ച കളറിൻ്റെ ഒരു വര, ബ്രൗൺ കളറാണ്. ഇത് ബ്രൗൺ കളറാണ്, ബ്ലാക്ക് കളർ. അങ്ങനെ നമ്മളിതേ 4 കളർ വെച്ചിട്ട് നമ്മളിതേ ഈ ഷൂവിൻ്റെ മുകളിൽ വരച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇനി ഒന്ന് പിടിക്കട്ടെ, സെറ്റ് ചെയ്യാൻ ഒരു 2 മിനിറ്റ് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് വർക്കൗട്ട് ആണെങ്കിൽ നമ്മൾ മൊത്തത്തിലൊന്ന് വരച്ചിട്ട് ഒന്നുകൂടെ ക്ലീൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെന്ന് കൊണ്ട് വരയ്ക്കണം. പേന കൊണ്ട് വരയ്ക്കുന്ന മാർക്ക് ഇതിനകത്ത് പോകുന്നുണ്ടോ എന്ന് കൂടെ നോക്കണം ഗൈസ്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. ഞാൻ തൊട്ടപ്പോൾ ഇത് കുറച്ച് മാഞ്ഞു പോയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇതിപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയി. ഇനി നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ടേ ഇതൊന്ന് മായ്ച്ചു നോക്കാം. ഇതെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. ക്ലീൻ ആയിട്ടില്ല, എടാ അത് പോയടാ. ഒരു എവിഡൻസും ഇല്ല കേട്ടോ. ഇത് സംഭവം സൂപ്പറായിട്ട് പോയി കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചാലും ചിലപ്പോൾ ഇത് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഈ സ്കെച്ച് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നമുക്കിത് പെന്നോണ്ട് വരച്ച് നോക്കാം. പെന്നിൻ്റെ ഇങ്ക് ഇതിനകത്തുനിന്ന് പോകുന്നുണ്ടോ എന്നുകൂടാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പെന്നെടുത്തിട്ട് വരാം. ഗൈസ്, സെയിം സ്ഥലത്ത് തന്നെയാണ് ഞാൻ പേന വെച്ച് വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് ചെറിയൊരു വര ഇട്ട് നോക്കാം, കാരണം ഇത് പോയിട്ടില്ലെങ്കിൽ എൻ്റെ ഷൂ നാശമാവും. അതുകൊണ്ട് ഇതേ ഒരു സിംഗിൾ ലൈന് ഞാനിവിടെ ഇടുന്നുണ്ട്. നല്ല പ്രസ് ചെയ്തിട്ട് തന്നെയാണ് ഇടുന്നത് കേട്ടോ. നമുക്ക് ഇതേ കുറച്ച് തോന വരച്ചിട്ടുണ്ട്, നല്ല അടിപൊളിയിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ഏകദേശം നമുക്ക് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അതിനകത്ത് സെറ്റാവാൻ വേണ്ടി നമുക്കൊന്ന് കൊടുക്കാം, ഒരു 5 മിനിറ്റ് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഈ സുനാപ്പി വെച്ചിട്ട് വായിച്ചു നോക്കാം. പോയിട്ടില്ലെങ്കിൽ വര ആയുഷ്കാലം അവിടെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ചെത്തി എടുക്കേണ്ടി വരും അല്ലെങ്കിൽ. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ, ഒരു 5 മിനിറ്റ് കഴിയട്ടെ. അപ്പോൾ അതേണ്ട വീണ്ടും ഇതിനെ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതേ ഈ ഐറ്റം ഇങ്ങനെ തോണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് തേച്ച് കൊടുക്കാം. വേണ്ട, ഇത് വീണ്ടും ഞാൻ ഇത്രത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതെ ഇവിടെ വെച്ചിട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ മാർക്ക്. ഇതിനകത്ത് ഇങ്ങനെ അയ്യോ പോകുന്നില്ലല്ലേ. ഞാൻ ഒരുപാട് റബ്ബ് ചെയ്തു കേട്ടോ. നോക്കിയാ സംഭവം അത് ഫുള്ളായിട്ട് പോകുന്നില്ല. അത് കുറച്ചുകൂടെ നമുക്കൊന്ന് വരച്ച് നോക്കാം. കാരണം ഇത് ഞാൻ നന്നാക്കി ടൈറ്റ് ആക്കിയിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല വൃത്തിയിൽ പണി പാളിയിട്ടുണ്ട്. നമുക്കിത് ഈ സോളൊക്കെ ഒന്ന് വൃത്തിയാക്കാം. അപ്പോൾ അതേ ഇതിനെ കൊണ്ട് ഉപകാരമുള്ളൂ. ഈ സോള് വൃത്തിയാക്കാൻ ആക്ച്വലി നമുക്ക് വല്ല ഏതെങ്കിലും ഡിറ്റർജൻറ്റ് പൗഡറോ അല്ലെങ്കിൽ സാധാ സോപ്പിട്ട് കഴിയാലും മതി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിലെ സോപ്പിട്ട് കഴിയാൽ മതി. ഇത് നോക്കിയേ, ഈ വര പോകുന്നില്ല കേട്ടോ. ഈ വര ചെറിയ തോതിൽ അത്ര എടുത്ത് കാണിക്കുന്നില്ലെങ്കിലും കൂടെ, പക്ഷേ ഇത് വരയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. നമ്മൾ മാർക്കറൊന്നും വെച്ച് ഇതിനെ ട്രൈ ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കാഞ്ഞത് ഭാഗ്യം. അപ്പോൾ ഈ വര ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് പോകാൻ സാധ്യതയില്ല, കാരണം അത്രയും റബ്ബ് ചെയ്തു, ഒരുപാട് നേരം റബ്ബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല അന്തസ്സോടു കൂടി നമ്മൾ ഈ പണി ഏറ്റുവാങ്ങുവാണ്. ഈ ഒരു ഐറ്റം ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇത് പ്ലാസ്റ്റിക് ടൈപ്പ് അതുപോലെ ലെതർ ടൈപ്പ് ഷൂകളൊക്കെ വൃത്തിയാക്കാനുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് റബ്ബറിൻ്റെ മുകളിൽ ഇട്ടിട്ട് നോക്കിയാൽ
വളരെ ഈസി ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത്രത്തോളം ഈസിയിൽ നമ്മൾ ഡിറ്റർജൻറ്റ് പൗഡർ ഉപയോഗിച്ചാലും പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതേ മച്ചന്മാരെ, നമ്മൾ ഈ സാധനം കൊണ്ടുള്ള ടെസ്റ്റിംഗ് ഇവിടെ നിർത്തുവാണ്. 10 രൂപയുടെ ഏതെങ്കിലും സോപ്പ് മേടിച്ച് റബ്ബ് ചെയ്ത് കഴിഞ്ഞാലും ഷൂ ക്ലീൻ ആയി കിട്ടും. പക്ഷേ ഇതിനകത്ത് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മാർക്കർ കൊണ്ടോ പെന്ന് കൊണ്ടോ വരച്ച വര പോകും എന്നവർ കാണിച്ചത് കൊണ്ടാണ് നമ്മളിത് മേടിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള വര പോകില്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ. ആ വര ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഞാൻ വീണ്ടും വരച്ച് പോക്കാൻ വേണ്ടി നോക്കിയായിരുന്നു, പക്ഷെ പോയിട്ടില്ല. ചെറിയ തോതിൽ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട് വര. ഇത് നമ്മുടെ ടെസ്റ്റിങ്ങിൽ ഇവൻ ഫെയിലാണ്. ഫെയിൽ